മുഖമേൽക്കാനൊരുങ്ങുന്ന കോൺഗ്രസിന്റെ പ്രധാന മുഖമായി മാറുകയാണ് സന്ദീപ് വാര്യർ. ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ സന്ദീപ് കൂടുതൽ ഊർജത്തോടെയാണ് തിരിച്ചെത്തിയത്. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ കോൺഗ്രസിലേക്ക് വന്നു ചേർന്ന മറ്റു നേതാക്കളെക്കാൾ ഒരു സ്വീകാര്യനായി സന്ദീപ് വാര്യർ മാറുകയുണ്ടായി. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് മുതൽ വാര്യരുടെ തട്ട് താഴ്ന്നു തന്നെ ഇരിക്കുകയാണ്. മടിയിൽ സ്വർണം വെച്ച ജനങ്ങളോട് വിലപേശുന്ന മുഖ്യമന്ത്രിക്കും ദേവസ്വത്തിനും നേരെ പ്രക്ഷോഭം നടത്തിയതിനാണ് കഴിഞ്ഞ 10 ദിവസങ്ങളിലായി സന്ദീപ് വാര്യർ ജയിലിൽ കിടന്നത്. പുറത്തിറങ്ങിയപ്പോൾ വമ്പൻ സ്വീകരണമാണ് കോൺഗ്രസ് ഒരുക്കിയത് എന്ന് മാത്രമല്ല, ചുമതലകൾ കൂടി നൽകുകയുണ്ടായി. തദ്ദേശ തെരഞ്ഞെടുപ്പിനോട് അടുക്കുന്നത് കൊണ്ട് തന്നെ കോൺഗ്രസിന്റെ തീരുമാനത്തിൽ വിജയിച്ചു കാണിക്കേണ്ടത് വാര്യരുടെ കടമയായി മാറിയിരിക്കുകയാണ്. KPCCക്ക് വരുന്ന ജംബോ കമ്മിറ്റിയിലേക്കാണ് സന്ദീപ് വാര്യർക്ക് ചുമതല നൽകിയിട്ടുള്ളത്. പുനഃസംഘടനാ പട്ടിക ഹൈക്കമാൻഡ് പുറത്തുവിട്ടു. കമ്മിറ്റിയിൽ 13 ഉപാധ്യക്ഷന്മാരും 58 ജനറൽ സെക്രട്ടറിമാർ എന്നിങ്ങനെ ഉൾപ്പെടുന്നുണ്ട്. രാജ്മോഹൻ ഉണ്ണിത്താൻ, VK ശ്രീകണ്ഠൻ, ദീൻ കുര്യാക്കോസ്, CP മുഹമ്മദ്, പന്തളം സുധാകരൻ, AK മണി എന്നിവരെയാണ് രാഷ്ട്രീയകാര്യ സമിതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സന്ദീപ് വാര്യർ ജനറൽ സെക്രട്ടറിമാരുടെ പട്ടികയിൽ ഇടം പിടിച്ചു. തിരുവനന്തപുരം DCC അധ്യക്ഷ സ്ഥാനം രാജിവെച്ച പാലോട് രവിയെ KPCC ഉപാധ്യക്ഷനാക്കി നിയമിച്ചിട്ടുണ്ട്. T ശരത് ചന്ദ്ര പ്രസാദ്, ഹൈബി ഈഡൻ, VT ബൽറാം, VP സജീന്ദ്രൻ, മാത്യു കുഴൽനാടൻ, D സുഗതൻ, രമ്യ ഹരിദാസ്, M ലിജു, A ഷുക്കൂർ, M വിൻസെന്റ്, റോയ് K പൗലോസ്, ജയ്സൺ ജോസഫ് എന്നിവരാണ് മറ്റ് ഉപാധ്യക്ഷന്മാർ. VK നാരായണനാണ് KPCC ട്രഷറർ. ദീർഘനാൾ നീണ്ട ചർച്ചകൾക്കും അനിശ്ചിതത്വങ്ങൾക്കും ഒടുവിലാണ് പുനഃസംഘടനാ പട്ടിക പുറത്തുവിട്ടത്. 22 ജനറൽ സെക്രട്ടറിമാർ എന്ന നിലയിൽ ചുരുക്കിക്കൊണ്ടുവന്ന KPCC ടീം 150 പേരിലേക്ക് എത്തിക്കാനാണ് സാധ്യത. മുല്ലപ്പള്ളി രാമചന്ദ്രൻ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ KPCCക്ക് 77 സെക്രട്ടറിമാരായിരുന്നു ഉണ്ടായിരുന്നത്. ഇവരിൽ പാർട്ടി വിട്ടവരും മരിച്ചവരും നിർജ്ജീവമായവരും ഉണ്ടായിരുന്നു. സുധാകരൻ പ്രസിഡന്റായപ്പോൾ ഇവരെ ഉൾപ്പെടുത്തിയിരുന്നില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് നിയമസഭാ മണ്ഡലങ്ങളുടെ ചുമതല നൽകി ഇവരെ താൽക്കാലികമായി നിയമിച്ചിരുന്നു. ഇവരിൽ ഭൂരിപക്ഷം പേരും തുടരും എന്ന് തന്നെയാണ് പറയുന്നത്. 10 മുതൽ 15 വരെ പുതിയ നേതാക്കളെ സെക്രട്ടറിമാരാക്കും എന്നും നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. എന്നാൽ ജനറൽ സെക്രട്ടറി, വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളിൽ ചെറിയ നിലയിലെ പരിഷ്കാരത്തിനേ സാധ്യതയുള്ളൂ എന്നും പറഞ്ഞതാണ്. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് 10 പുതുമുഖങ്ങൾ എത്തും. അതിലാണ് സന്ദീപ് വാര്യർ ഇപ്പോൾ ഇടം പിടിച്ചിരിക്കുന്നത്. പുതിയ 3-4 വൈസ് പ്രസിഡന്റുമാരും ഉണ്ടാകും എന്നായിരുന്നു സൂചന. അടുത്ത ദിവസങ്ങളിൽ തന്നെ ചർച്ചകൾ പൂർത്തിയാക്കി ഭാരവാഹി പട്ടിക പുറത്തിറക്കും. മെയ് ആദ്യം സണ്ണി ജോസഫിന്റെ നേതൃത്വത്തിൽ പുതിയ KPCC ടീം രൂപവൽക്കരിച്ചപ്പോൾ സാമുദായിക സമവാക്യം പാലിക്കാനായിരുന്നു പ്രധാന പരിഗണന നൽകിയത്. KPCC ഭാരവാഹികളെയും DCC പ്രസിഡന്റുമാരെയും തീരുമാനിക്കുന്നതിലും മെറിറ്റിന് മുകളിൽ ജാതി മത സമവാക്യത്തിന് പരിഗണന നൽകുവാനും നീക്കം നടന്നിരുന്നു. കുറഞ്ഞത് 7 DCC പ്രസിഡന്റുമാരെങ്കിലും മാറ്റുമെന്നായിരുന്നു സൂചന ഉണ്ടായിരുന്നത്. തൃശൂർ ഒഴികെയുള്ള മുഴുവൻ ജില്ലകളിലും മാറ്റം വേണമെന്ന അഭിപ്രായവും ഉയരുന്നുണ്ടായിരുന്നു. അതേസമയം ഇതിനിടയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടികയിലെ പ്രശ്നങ്ങൾ കണ്ടെത്താനും പുതിയ വോട്ടുകൾ ചേർക്കാനും ശക്തമായി ഇറങ്ങുവാൻ കഴിഞ്ഞ ദിവസം KPCC ഭാരവാഹി യോഗം തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനിടെ DCC അധ്യക്ഷന്മാരെ മാറ്റാനാകുമോ എന്ന സംശയം ചില നേതാക്കന്മാർക്കും ഉണ്ട് താനും. K സുധാകരൻ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ 4 വൈസ് പ്രസിഡന്റുമാരും 22 ജനറൽ സെക്രട്ടറിമാരും അടങ്ങുന്ന താരതമ്യേന ചെറിയ ടീമിനെയാണ് നിയോഗിച്ചിരുന്നത്. എന്നാൽ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കവേ കൂടുതൽ ചുമതലകൾ ഉണ്ടാകുമെന്നും അതുകൊണ്ട് ഭാരവാഹികളുടെ എണ്ണം കൂട്ടണമെന്നുമുള്ള KPCC ആവശ്യം അംഗീകരിച്ചു. ചില പ്രത്യേക ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കാൻ യോഗ്യരായ ചിലർ പുറത്തു നിൽക്കുന്നുണ്ടെന്നും അവരെ പ്രയോജനപ്പെടുത്തണം എന്നുമായിരുന്നു നേതൃത്വത്തിന്റെ നിലപാട്. DCC പ്രസിഡന്റുമാരിലും മാറ്റം ഉറപ്പാണ്. എന്നാൽ സമീപകാലത്ത് മാത്രം തൃശൂരിൽ DCC പ്രസിഡന്റായ ജോസഫ് ടാജറ്റ് ഒഴികെയുള്ള 13 പേരെ മാറ്റണോ അതോ മികച്ച പ്രകടനം കാഴ്ചവെച്ച ചിലരെ നിലനിർത്തണോ എന്നതിൽ ധാരണയായിട്ടില്ല. നേതൃത്വത്തിൽ തന്നെ ഇക്കാര്യത്തിൽ 2 അഭിപ്രായവുമുണ്ട്. പ്രതിപക്ഷ നേതാവുമായും പ്രവർത്തക സമിതി അംഗങ്ങളുമായും ചർച്ച നടത്തും. KPCC DCC പട്ടികയ്ക്ക് ശേഷമേ DCC ഭാരവാഹി പട്ടികയിലേക്ക് അഴിച്ചുപണി ആലോചിക്കൂ എന്നുകൂടി ചേർക്കുന്നു.